ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്പർ വേൾഡ് സംഖ്യാലോകം. അതിൻ്റെ പേജ് 25 പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 28 ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 28 എടുത്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 0? ഹൗ മെനി വിത്തൗട്ട് 0? How many 2 digits numbers are there with 0 and how many without 0? അതായത് 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. 2 ഡിജിറ്റ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 വരെ 1 ഡിജിറ്റേ ഉള്ളൂ. 10 വെച്ചിട്ടാണ് 2 ഡിജിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ 10 11 12 13 14 15 16 17 18 19 20, അതായത് 10 11 12 13 14 15 16 16 അങ്ങനെ എഴുതിയപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണമാണ് ഉള്ളത്. 11 നമ്പേഴ്സ്. ഇനി നമ്മൾ 21 മുതൽ 30 വരെ നോക്കിയാൽ 10 എണ്ണം നമുക്ക് കാണാം. 10 2 ഡിജിറ്റ് നമ്പർ നമുക്ക് കാണാം, 10 എണ്ണം കാണാം. പിന്നെ 31 മുതൽ 40 വരെ 10, അതേപോലെ 50 വരെ 10, 60 വരെ 10, 70 വരെ 10, 80 90 അങ്ങനെ എഴുതി. ഇനി 91 92 93 94 95 96 97 98 99 അങ്ങനെ വരുമ്പോൾ എത്ര സംഖ്യകളുണ്ട്? ഇവിടെ 1 2 3 4 5 6 7 8 9. അപ്പൊ ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ടോട്ടൽ നോക്കിയാൽ ആദ്യത്തേത് 11 11, പിന്നെ 10 10 10 10 10 10 10, ലാസ്റ്റ് 1 9. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 90. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 90 2 ഡിജിറ്റ്സ് നമ്പർ ആണ് ഉള്ളത്. അപ്പൊ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 90. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 90. എങ്ങനെ പിടികിട്ടിയേ? ഇങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് അത് കിട്ടും. അപ്പൊ 90 ആണ്. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം എന്താണ്? അതില് 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യ, 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ 0 ഉള്ള രണ്ടക്ക സംഖ്യ ആദ്യം കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുക. മൊത്തം രണ്ടക്ക സംഖ്യ 90 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യ. അപ്പൊ ഇതിൽ 0 ഉള്ളത് ഏതൊക്കെയാണ്? 10 20 30 40 50 60 70 80 90. 10 20 30 ഇതാണ് 0 ഉള്ള രണ്ടക്ക സംഖ്യകൾ. അപ്പൊ ഈ സംഖ്യകള് വേണ്ട നമുക്ക്. 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 0 ഉള്ളതും അല്ലാത്തതും ആയത് എത്ര ഉണ്ട്? 90 ആണുള്ളത്. 0 ഉള്ളത് 9 ആണുള്ളത്. അപ്പൊ നമ്മൾ 90ന്ന് 9 മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് 81. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? 81. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0? ഓക്കെ, ഹൗ മെനി 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി 0? 3 ചോദ്യങ്ങളുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിൽ 3 ഡിജിറ്റ് നമ്പർ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ വിത്ത് 2 0? 2 0 ഉള്ള 3 ഡിജിറ്റ് നമ്പറുടെ എണ്ണം കണ്ടുപിടിക്കാൻ, പിന്നെ 1 0 മാത്രമുള്ള 3 ഡിജിറ്റ് നമ്പറിനെ കണ്ടുപിടിക്കാൻ, അതേപോലെ 1 0 ഇല്ലാത്ത 3 ഡിജിറ്റ് നമ്പർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് മലയാളം ഒന്ന് നോക്കാം. 2 0 ഉള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 1 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പം 3 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ, ആകെയുള്ള മൂന്നക്ക സംഖ്യകൾ എത്രയാണ്? 900 ആണ്, 900 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ആകെയുള്ള 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 900 അഥവാ 900 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 3 ഡിജിറ്റ്സ് നമ്പർ വിത്ത് 2 zeros, 2 0 ഉള്ള മൂന്നക്ക സംഖ്യകൾ. ഓക്കെ, 2 0 എന്ന് പറയുമ്പോൾ 100 200 300 400 500 600 700 800 900, 100 200 300 400 500 600 700 800 900. ഇതിലൊക്കെയാണ് 2 0 ഉള്ളത്. അപ്പോൾ എത്ര നമ്പറാണ് ഉള്ളത്? 9 നമ്പറാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. 3 ഡിജിറ്റ് നമ്പർ വിത്ത് 2 zeros എത്രയാണ്? 9. എത്രയാണ്? 9.
ഓക്കെ, 2 പൂജ്യമുള്ള 3 അക്ക സംഖ്യകൾ എത്രയാണ്? 9. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0? ഒരു പൂജ്യം മാത്രമുള്ള എത്ര സംഖ്യകൾ ഉണ്ട്, എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്നതാണ് അടുത്ത ചോദ്യം അല്ലെ. ഇങ്ങനെ ഓരോന്ന് എഴുതിയാൽ നിങ്ങൾക്കറിയാം, ഒരു പൂജ്യം മാത്രമുള്ള 3 അക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കിയാൽ 18 നമ്പർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കൂ, 1 2 3 4 5 6 7 8 9 10. പിന്നെ ഒരു പൂജ്യം ഉള്ളത് 11 12 13 14 15 16 17 18. ഓക്കെ, ഒരു പൂജ്യം ഉള്ളതാണ് 200 നമ്മൾ കൂട്ടില്ല, അപ്പൊ 2 പൂജ്യം. അപ്പൊ 80 നമ്പേഴ്സ് ഉണ്ട്. എവിടെ മുതല്? അതായത് 101 മുതൽ 200 വരെ 80 നമ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് അങ്ങനത്തെ എത്ര എണ്ണം വേണം? ഇനി 9 എണ്ണം വേണം. ആ 9 എവിടുന്നാ കിട്ടിയത്? അതായത് 200 മുതൽ ഇനി നമുക്ക് 300 വരെ വേണം, 300 മുതൽ 400 വരെ വേണം. അങ്ങനെ നമുക്ക് 9 ടൈംസ് ഇത് ചെയ്യണം. അപ്പോൾ 18 into 9, 18 ഗുണിക്കണം 9. 9 ഗുണിക്കണം 8 എത്രയാണ്? 72 അല്ലെ. 9 ഗുണിക്കണം 8 72, 72. അതിൽ 2 നമ്മൾ ഇവിടെ എഴുതി, 7 ഇവിടെ വെച്ചു. 1 into 9 എത്രയാണ്? 9. 1 ഗുണിക്കണം 9 9. 9ന്റെ കൂടെ ഈ 7 കൂടി കൂട്ടിയാൽ 9 കൂട്ടണം 7 എത്രയാണ്? 16. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 162. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 162. 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഓൺലി 0. ഓൺലി 0 എത്രയാണ് നമുക്ക് കിട്ടിയ? 162. ഒരു പൂജ്യം മാത്രമുള്ള 3 അക്ക സംഖ്യകൾ എത്രയാണ്? 162. അതെങ്ങനെ കിട്ടി? അത് നമ്മൾ ഇങ്ങനെ ചെയ്തു അല്ലെ. ആദ്യത്തെ റോയില് 18 നമ്പറാണുള്ളത്. അത് നമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നമുക്ക് കാണാം 18 നമ്പറാണുള്ളത്. ഇതേപോലെ എത്ര എണ്ണം ഉണ്ട്? 9 പ്രാവശ്യം നമ്മൾ നോക്കണം. അതായത് ഇതിവിടെ നമ്മൾ 200 വരെ മാത്രമാണ് നോക്കിയത്. ഇനി നമുക്ക് അതേപോലെ 200 to 300 എത്ര കിട്ടും? 18 കിട്ടും. അതേപോലെ 300 to 400 80 നമ്പേഴ്സ് കിട്ടും. 400 to 500 80 നമ്പേഴ്സ്. 500 to 600 80 നമ്പേഴ്സ്. അങ്ങനെ നമ്മൾ 9 ടൈംസ് ഇത് നമുക്ക് കിട്ടും. അതാണ് 18 into 9, ദാറ്റ് ഈസ് 162. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യന് ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് എനി 0, ഒരു പൂജ്യവും ഇല്ലാത്ത എത്ര ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി 0? 3 ഡിജിറ്റ് നമ്പറിൽ ഒരു സീറോസും ഇല്ലാത്ത എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ടോട്ടൽ എമൗണ്ട് ഓഫ് 3 ഡിജിറ്റ് നമ്പർ 900. മൊത്തത്തിൽ ഈ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 900 ആണ്. അതില് നമ്മളോട് ഇപ്പോഴത്തെ ചോദ്യം എന്താണ്? ഒരു സീറോ ഇല്ലാത്ത 3 ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണ്? അതായത് ഒരു സീറോ ഇല്ലാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 111 112 113 114 അങ്ങനെ ഒരു സീറോസും ഇല്ലാത്ത എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തില് നമ്മൾ 2 സീറോസ് ഉള്ളത് എത്ര എണ്ണം കണ്ടുപിടിച്ചു? 9 2 സീറോസ് ഉള്ളത് 9 എണ്ണാന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഒരു സീറോ മാത്രം, ഒരു പൂജ്യം മാത്രം ഉള്ളത് എത്ര ഉണ്ട്? 162 ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ നമ്മൾ ആകെ 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 900 ആണ്, 900 ആണ്. അതിൽ 2 സീറോസ് ഉള്ളത് 9 എണ്ണവും 1 സീറോസ് ഉള്ളത് 160 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? അതായത് 900 ഇത്രയും മൈനസ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ 162 പ്ലസ് 9 ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 9ഉം 2ഉം 11, ബാക്കി 1 1 6 7, അപ്പൊ 171. ഇനി നമ്മൾ 900 171 നമ്മൾ എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യാണ് 171. ഇപ്പൊ ഇവിടെ 0 ആണ്. അപ്പൊ നമ്മൾ എന്താക്കി? ബോറോ ചെയ്തു 10 മൈനസ് 1 9. ഓക്കെ, അപ്പൊ ഇവിടെ ബോറോ നമ്മൾ കടം കൊടുത്തല്ലോ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 9 ആയിരിക്കും. 9 മൈനസ് 7 2. ഇനി
അപ്പോൾ ഇവിടെ 8 ആണ്. 8 മൈനസ് 1 7. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 729. ഓക്കെ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, അതായത് 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് വിത്തൗട്ട് എനി സീറോ എത്രയാണ്? 729 ആണ്. 729 ആണ്. അപ്പോൾ 3 ചോദ്യങ്ങളും വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക. ആദ്യം 3 ഡിജിറ്റ് നമ്പർ 900 ആണ്. അതിൽ നിന്ന് 2 സീറോസ് ഉള്ളത് നമ്മൾ മൈനസ് ചെയ്തു. പിന്നെ 1 സീറോസ് ഉള്ളതും നമ്മൾ മൈനസ് ചെയ്തു. അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് വിശദീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്.